ഈ എന്താ ഇരിക്കുന്നേ? ചായ എടുത്തേക്ക്, ഞാൻ പോട്ടെ. ഞാൻ ചായ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അതെന്താ ഉണ്ടാക്കാത്ത? ഈ എനിക്ക് പോവാനുള്ള അറിയണം എനിക്ക്. നിങ്ങൾ ഇന്നലെ എന്താ എന്നോട് പറഞ്ഞത്? നിങ്ങളെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നല്ലേ? വേണം ചായ ഉണ്ടാക്കി കുടിച്ചോളി. നിങ്ങൾ ശരിയാ നിക്കാ, ഞാൻ നിങ്ങൾ അവിടെ നോക്കി. എന്ത് ചൂടാലേ, സഹിക്കാൻ പറ്റുന്നില്ല. ഇനിയും ചൂട് കൂടുന്നാ പറയുന്നേ. നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് പോയാലോ? ചൂടത്ത് പോവാൻ പറ്റിയ സ്ഥലമുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൈസ ഒന്നും വേണ്ട, മാളിൽ പോയിക്കാം. രാവിലെ പോവാം, വൈകുന്നേരം തിരിച്ചു വരാം. ഒരു ചെലവുമില്ല. എന്താണ് അങ്ങനെ വെച്ചാൽ മാറ്റിക്കോ, നമുക്ക് പോവാം. നിങ്ങൾ അവിടെ ഫോണ് കളിച്ചിട്ടിരിക്കുകയാണല്ലേ? ആ അടുക്കളയിൽ വന്ന ഒരു കൈ സഹായം ചെയ്തു നിങ്ങൾക്ക്. സഹായം പറയണ്ടേ? വാ, ഞാൻ എന്താ ചെയ്യണ്ടേ പറയും. ഓ വേണ്ടേ, ഈ പത്തിരി ഒന്ന് ചപ്പാത്തി ഒന്ന് പറ്റി തന്നേക്ക്. ചപ്പാത്തി എടുത്താനാ? ഞാൻ ചൂടാ. നിങ്ങളിതെന്താ കട്ടുന്നത് ഒറ്റക്കൈ കൊണ്ട്? ഇല്ല പറഞ്ഞേ, ഒരു കൈ സഹായം ചെയ്യാൻ. അതല്ലേ ഒരു കൈ കൊണ്ട് പൈസനെ. ഇന്നലെ വേണം ചിക്കൻ ഇല്ലേ? അതിനെ കുറിച്ച് മാറ്റി ചേട്ടോ. ഫ്രൈയോ ആക്കാം, രണ്ടും പൊരിക്കുകയും ചെയ്യാം. ഈ ചോറ് വെച്ചോ? ചോറ് വെച്ച്. എന്തേനു ചോറ് വെച്ചില്ലേ? ഒന്നും ഞാൻ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിട്ട് സാരില്ല. ഇത് കഴിഞ്ഞ് ആ ഇറച്ചിന്ന് രണ്ടും മാറ്റി വെച്ചേ. വൈകുന്നേരം നമുക്ക് സമൂസാക്കാം. കൊറേ നേരമായാലും നിങ്ങൾ ജയിക്കുന്നത്. ആകെ അരക്കിലോ ഇറച്ചിയല്ലേ നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നത്? അതിനെന്തൊക്കെ ഇപ്പൊ ചെയ്യണം? കറി ആക്കണം, ഫ്രൈ ആക്കണം, പൊരിക്കണം. ഇപ്പൊ അതാ സമൂസ ഉണ്ടാക്കണത്. 100 റുപ്യക്ക് ഇറച്ചി വാങ്ങി വരും, 100 കൂട്ടം ഉണ്ടാക്കാനും പറയും. അത് മിണ്ടാണ്ട് പോയിക്കോലായിരുന്നു ഇങ്ങോട്ടേക്ക്. ഇത് എന്ത് കറിയാണ്? ഒരു രസം എനിക്ക് വേണ്ട. എന്താണ് ഉമ്മ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണല്ലേ? അതിപ്പോ പൂലിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അത് കുഴപ്പമില്ല, അത് തിന്നോ. എന്ത് കറിയാനടി ഉണ്ടാക്കണേ? എന്റെ ഫ്രണ്ട് വരുന്നുണ്ട്. ഓക്ക് കുടിക്കാൻ എന്താ വാങ്ങിയത്? പലഹാരം ഇവിടെ ഉണ്ട്. ജ്യൂസ് എന്താ വാങ്ങി തന്നാ മതി നിങ്ങൾ. ആരാ വരുന്നത്? മുബീനാ വരുന്നത്? ഓളാ വരുന്നത്. ഞാൻ ചെല്ലും. ഓൾക്ക് ബട്ടർ ഇഷ്ടം, അത് വാങ്ങിയത്. ഓക്ക് ബട്ടർ ഇഷ്ടം എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അല്ല, ഇതിനു മുമ്പേ എനിക്കിങ്ങനെ പറഞ്ഞിരുന്നു. അതോർത്ത് ഞാൻ പറഞ്ഞത്. അതോർത്ത് പറഞ്ഞാലേ നിങ്ങൾ ഞാൻ ചെല്ലും. എനിക്ക് കഴിഞ്ഞ ആഴ്ച എന്റെ സ്നേഹം എല്ലാം കഴിഞ്ഞില്ലേ? അവൻ മിഞ്ഞാതെ വിളിച്ചത് ഒന്നുമില്ല. അവന് കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞു. എന്തെങ്കിലും ഇമ്മനെ നോക്കണം, ഫോൺ കളിച്ച് വിട്ടിരിക്കരുത്, എല്ലാ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഭയങ്കര സ്ട്രോങ്ങിലാണ് പറഞ്ഞത്. എന്ത് സ്വഭാവല്ലേ ഓൻ്റെത്? ഇങ്ങനൊക്കെ ഭാര്യമാരോട് പറയാൻ പാടുണ്ടോ? അല്ല അത് പോട്ടെ, നിങ്ങളെ പണികളൊക്കെ കഴിഞ്ഞോ? ഇല്ല, ഇനി അടിച്ചാൽ തുടക്കാനുള്ളൂ. അത് കഴിഞ്ഞില്ലെങ്കിൽ പാത്രം തേക്കാൻ കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് നോക്കിക്കോടി. അല്ലേ എനിക്ക് എനിക്കുമുണ്ട്. എനിക്ക് ഡോക്ടർ എന്താ പറഞ്ഞത്? രാവിലെ എനിക്ക് എക്സസൈസ് ചെയ്യണം. എനിക്ക് 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 അവിടെ പായുണ്ട്, ആ പായ വെച്ചിട്ട് ചെയ്താ ശരി.